അവസാനം യുഎസിന് നേരെയും ചാരപ്പണി ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ വിഷയത്തിലുള്ള തർക്കങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്കയ്ക്കെതിരായ നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ നിരീക്ഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പെന്റഗൺ. ഇറാൻ വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പെന്റഗണിലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇസ്രായേലിന്റെ അന്വേഷണ ഭീഷണി നിലവാരം ഏറ്റവും ഉയർന്ന ഘട്ടമായ ക്രിട്ടിക്കൽ എന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ വളരെയധികം അക്രമോത്സുക സ്വഭാവം കാണിക്കുന്നുവെന്നാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആശയവിനിമയത്തിനായി ബർണർ ഫോണുകളും താൽക്കാലിക കമ്പ്യൂട്ടറുകളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹോട്ടൽ മുറികളിലോ മറ്റ് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലോ വെച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ആഭ്യന്തര തീരുമാനങ്ങൾ ചോർത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് യുഎസ് പ്രതിരോധ വകുപ്പിന്റെ നിഗമനം. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്നു എന്നത് തികച്ചും വ്യാജമായ കാര്യമാണെന്ന് വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസി വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശത്രുരാജ്യങ്ങൾക്കെതിരെ മാത്രമാണെന്നും സഖ്യകക്ഷികൾക്കെതിരെ അല്ലെന്നും അവർ വ്യക്തമാക്കി. വൈറ്റ് ഹൌസും ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തള്ളിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് ട്രംപ് നെതന്യാഹുവിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പും അവഗണിച്ച് ഇസ്രായേൽ ലെബനനിൽ സൈനിക നടപടി തുടരുകയാണ്. ഇത് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുമുണ്ട്. ഇറാൻ നിരീക്ഷിക്കാൻ അസർബൈജാൻ, UAE എന്നിവിടങ്ങളിൽ ഇസ്രായേൽ രഹസ്യ സൈനിക ശൃംഖല സ്ഥാപിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും അവർ നിരീക്ഷിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ നിലവിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പ്രധാന ഭിന്നത യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. അമേരിക്കൻ ഭരണകൂടത്തിലെ ചില വിഭാഗങ്ങൾ ദീർഘകാല സംഘർഷം ഒഴിവാക്കി നയതന്ത്രപരമായ പരിഹാരങ്ങൾ തേടണമെന്ന് കരുതുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധം അമേരിക്കയുടെ സാമ്പത്തിക സൈനിക താൽപര്യങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട്. മറുവശത്ത് ഇറാന്റെ സൈനിക ശേഷിയും പ്രാദേശിക സ്വാധീനവും പൂർണ്ണമായും തകർക്കാതെ സുരക്ഷ ഉറപ്പാക്കാനില്ലെന്ന് ഇസ്രായേലിലെ കടുത്ത നിലപാടുകാർ വാദിക്കുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം വ്യക്തിപരമായ തലത്തിലും പ്രതിഫലിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ പ്രകടമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുവരും പരസ്പരം രാഷ്ട്രീയമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നെങ്കിലും ഇറാനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടുവെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെയോ സ്ഥാപനങ്ങളെയോ ലക്ഷ്യമിട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നാണ് അവരുടെ നിലപാട്. തെറ്റായ വിവരങ്ങളുടെയോ രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതെന്നും ഇസ്രായേൽ വാദിക്കുന്നു. എന്നിരുന്നാലും ഇത്തരം നിഷേധങ്ങൾക്കപ്പുറം അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ തന്നെ നിലവിലെ ആശങ്കയുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ സൗഹൃദവും മത്സരവും പലപ്പോഴും ഒരേ സമയം നിലനിൽക്കാറുണ്ട്. ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ പോലും ചില വിഷയങ്ങളിൽ പരസ്പരം സംശയത്തോടെയും ജാഗ്രതയോടെയും സമീപിക്കാറുണ്ട്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ്. പുറമേ കാണുമ്പോൾ ശക്തമായ സഖ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇറാൻ വിഷയത്തിൽ ഉയർന്ന ഭിന്നതകൾ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നുവെന്ന് കാണിക്കുന്നു. ഈ വിവാദത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം മറ്റൊന്നാണ്. മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഒരേ നിലപാടിലുണ്ടായിരുന്ന രാജ്യങ്ങൾ ഇന്ന് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുക്കുന്നു. ഇറാനെതിരായ സമ്മർദ്ദം തുടരണോ അതോ പുതിയൊരു രാഷ്ട്രീയ ധാരണയിലേക്ക് നീങ്ങണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്ന അമേരിക്കയും സൈനിക ശക്തിയിലൂടെ മാത്രമേ സുരക്ഷ ഉറപ്പാക്കാനാകൂ എന്ന് വിശ്വസിക്കുന്ന ഇസ്രായേലും തമ്മിലുള്ള ഈ ഭിന്നത വരും മാസങ്ങളിൽ മേഖലയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി മാറാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.